ഹേയ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ കീം എക്സാമിൻ്റെ പേഴ്സൻറ്റൈൽ സ്കോർസും നോർമലൈസ്ഡ് സ്കോറും നിങ്ങൾക്ക് CEE കേരള വെബ്സൈറ്റ് വഴി അറിയാൻ പറ്റും. ഇതുവരെ നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി നോക്കുക. നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് ഒക്കെ ആ വെബ്സൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഈ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇതിൽ നമ്മൾ നിങ്ങളുടെ അപ്രോക്സിമേറ്റ് റാങ്ക് നിങ്ങൾക്ക് ആ പേഴ്സൻറ്റൈലിൽ നിന്ന് എങ്ങനെ എടുക്കാം എന്ന് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം ഓർക്കുക, ഇത് നിങ്ങളുടെ ഫൈനൽ റാങ്ക് അല്ല നിങ്ങളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി CE കേരള നിങ്ങളോട് നിങ്ങളുടെ +2 മാർക്ക് ആഡ് ചെയ്യാൻ പറയും. അതിനുശേഷം ഇവർ രണ്ടും ഈ +2 മാർക്കും ഇപ്പോൾ കിട്ടിയ നോർമലൈസ്ഡ് സ്കോറും 50-50 വെയിറ്റേജിൽ കമ്പൈൻ ചെയ്തിട്ട് ആ ഓർഡറിലാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. എന്നിരുന്നാലും ഈ റാങ്ക് ലിസ്റ്റിൽ ഇപ്പം നിങ്ങൾ ഒരു റാങ്ക് ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിക്കും. നിങ്ങൾക്ക് +2ന് ഫുൾ മാർക്ക് ഉണ്ടെങ്കിൽ ഇപ്പം കിട്ടുന്ന റാങ്കിൽ നിന്ന് കുറച്ചുകൂടെ ഒരു 100 റാങ്ക് മുന്നിലോ അല്ലെങ്കിൽ സെയിം റാങ്കോ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വേസ്റ്റ് റാങ്ക് ആയിരിക്കും ഇന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് +2ന് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ തുടങ്ങാം. അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾക്ക് കിട്ടിയ പേഴ്സൻറ്റൈൽ ഉണ്ടല്ലോ, അതിനെ ഞാൻ X എന്ന് വിളിക്കുകയാണേ. പഴയ മാച്ചിലേക്കൊക്കെ ഒന്ന് പോവാം. X 100 - X ചെയ്യുക. ഇപ്പം നിങ്ങൾക്കൊരു വാല്യൂ കിട്ടിയല്ലോ, അതിനെ Y എന്ന് വിളിക്കുക. ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. ഓക്കെ, 100 - X = Y. Y by 100 ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് രജിസ്റ്റേർഡ് ഫോർ കീം. രജിസ്റ്റേർഡ് അല്ല, എഴുതിയവരുടെ. അപ്പോൾ അതിൻ്റെ അപ്രോക്സിമേറ്റ് നമ്പർ നിങ്ങളൊരു 55,000 എന്നെടുത്തോളൂ. 50,000-നും 55,000-നും ഇടയിലാണ് റാങ്ക് ലിസ്റ്റിന് ക്വാളിഫൈ ആയവരുടെ എണ്ണം. കൃത്യമായിട്ടുള്ള എണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം. അറൗണ്ട് 50,000 to 55,000 ആണ്. നിങ്ങൾ ഒരു അപ്രോക്സിമേറ്റ് 52,000 ഇട്ടോ. എന്തായാലും കീമിൻ്റെ റാങ്ക് അല്ല മാർക്ക് വന്ന ശേഷം +2 മാർക്ക് കൂടെ കമ്പൈൻ ചെയ്തിട്ടേ റാങ്ക് വരും. അപ്പോൾ എക്സാക്ട് റാങ്ക് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. എന്തായാലും ഒരു റൗണ്ട് ഫിഗർ നിങ്ങൾക്ക് കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാമല്ലോ, കോളേജ് ഏതെടുക്കണം, ഏത് കോളേജ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത്. ഇങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻറ്റൈൽ 95% ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? 100 - 95 എത്രയത്? 5. 5 by 100 ഇൻറ്റു 50,000. 50,000 ഇട്ടോ. നമുക്ക് ബെസ്റ്റ് കേസ് സിനാരിയോ നോക്കാം. 5 by 100 ഇൻറ്റു 50,000 എത്ര വരും? 100-ന്റെ 2 0 വെട്ടാം, 50,000-ന്റെ 2 0 വെട്ടാം, 500 × 5 2500. അപ്പം ഈ 95% ആണ് നിങ്ങളുടെ റാങ്ക്. നിങ്ങൾക്ക് വന്നിട്ടുള്ള പേഴ്സൻറ്റൈൽ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് 2500-ന് ആസ്പാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു 2200-നും 2500-നും ഇടയിലുള്ള റാങ്ക് പ്രതീക്ഷിക്കാൻ നിങ്ങൾക്ക് +2ന് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ. ഇനി +2ന് നിങ്ങൾക്ക് വളരെ കുറവ് മാർക്കാണെങ്കിൽ 2500-നും ഒരു 3500-നും ഇടയിൽ ആയിരിക്കും, 4000-നും ഇടയിൽ ആവാം. എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പേഴ്സൻറ്റൈൽ എന്താണ് എന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഖതം ഹുവ ആക്കാം. പേഴ്സൻറ്റൈൽ എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, നമ്മൾ എത്ര ആൾക്കാരെ പിന്നിലാക്കി. നിങ്ങളുടെ സ്കോർ ഇപ്പോൾ 90% ആണെങ്കിൽ അതിൻ്റെ അർത്ഥം പരീക്ഷ എഴുതിയ 90% ആൾക്കാരും നമ്മുടെ പുറകിലാണ്. ഓക്കെ, നീ മുന്നിലുണ്ടെന്നുള്ള ധൈര്യം നിന്റെ പുറകിലുള്ളവർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 യുദ്ധം ചെയ്യാം എന്നൊക്കെ പറയുന്നതാണ് പേഴ്സൻറ്റൈലിൻ്റെ ഒരു കോൺസെപ്റ്റ്. നിങ്ങളുടെ പേഴ്സൻറ്റൈൽ ഇപ്പോൾ 25% ആണ് എന്നുണ്ടെങ്കിൽ എക്സാം എഴുതിയ 25% പേരെ നിങ്ങൾ പിന്നിലാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവരും വാല്യുബിൾ ആണ്. അപ്പോൾ 100 പേരുള്ള ഒരു പരീക്ഷയിൽ നിങ്ങളുടെ റാങ്ക് 10 ആണ് എന്ന് വിചാരിക്കുക. അതിനർത്ഥം നിങ്ങൾ ഉൾപ്പെടെ 90 പേര് നിങ്ങളുടെ പുറകിലാണ്, 89 പേര് നിങ്ങളുടെ പുറകിലും, നിങ്ങൾ 90ാമത്തെ ആളും. അതിനർത്ഥം നിങ്ങളുടെ പേഴ്സൻറ്റൈൽ 90%. അത്രേ ഉള്ളൂ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇത് ഈ 100 എന്നുള്ള സ്കെയിൽ ഒരു 50,000 ആക്കിയ കീമായി, ഇത് തന്നെ ഒരു 8 ലക്ഷം ആക്കിയ JEE ആയി, ഇത് തന്നെ മറ്റേതാക്കിയ നീറ്റായി, വലുതാക്കിയ നീറ്റായി. അപ്പോൾ അങ്ങനെയാണ് പേഴ്സൻറ്റൈൽ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. അടുത്ത വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ബെസ്റ്റ് കോളേജസ്, കോളേജ് വേഴ്സസ് ബ്രാഞ്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ.